ആദ്യ എന്റെ സലൂണിൽ വരാൻ തുടങ്ങിയിട്ട് 8 വർഷമായി. ലോക്ക്ഡൌണിന് മുന്നേ ഞാൻ കുറവങ്കോണത്ത് സലൂൺ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ നാദിയ എന്റെ കസ്റ്റമറാണ്. അന്ന് ഒരുപാട് പ്രാവശ്യം സ്മൂത്തനിങ് മാത്രമേ ചെയ്യുള്ളൂ. കാരണം സ്മൂത്തനിങ്ങിന്റെ ഒരു ആരാധികയായിരുന്നു. സ്മൂത്തനിങ് ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് വേറെ ഏതോ സ്ഥലത്ത് പോയി സ്മൂത്തനിങ് എല്ലാം ചെയ്തു. ഹെയർ ഭയങ്കരമായിട്ട് ഡാമേജ് ആയി. അങ്ങനെയാണ് പിന്നെ MIS ലേക്ക് വരുന്നത്. പിന്നെ ഞാൻ ആ മുടിയിൽ നാനോപ്ലാസ്റ്റിയാണ് ചെയ്തു കൊടുത്ത് ഹെയറിന്റെ ഡാമേജ് എല്ലാം മാറ്റി ഹെയർ നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിനി ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് മതി എന്ന് പറഞ്ഞിട്ട് ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു. ഇപ്പൊ ഒരു സെക്കൻഡ് സിറ്റിംഗിനാണ് ഇന്ന് വന്നത്. ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞ് മുടി നന്നായിട്ട് വളർന്നു, തനിയെ കുറെ വെട്ടിക്കളഞ്ഞു. ഇവിടെ വന്നിട്ട് ഇപ്പൊ ഞങ്ങളും കുറച്ച് വെട്ടി. അപ്പൊ ഞാൻ സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്തിനാണ് ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്? കാരണം ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ബ്രസീലിയൻ ട്രീറ്റ്മെന്റ്. അപ്പൊ ഹെയർ നന്നായിട്ട് ഗ്രോ ചെയ്ത് വരുമ്പോൾ കട്ട് ചെയ്ത് കളയുന്നു. പിന്നെ എന്തിനാണ്? പക്ഷെ കെമിക്കൽ ഇല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് മതി എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോഴും ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് തന്നെ നാദിയ കണ്ടിന്യൂ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ചെയ്യുകയും ചെയ്യും, ഹെയർ ഗ്രോ ആകുമ്പോൾ കട്ട് ചെയ്യുകയും ചെയ്യും. എന്തിനാണോ കഷ്ടപ്പെട്ട്? ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടമെന്ന് പറയും, പക്ഷെ എന്നാൽ ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ചെയ്യുള്ളൂ അല്ലെ? അതന്നെ, ഷോർട്ട് ആകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, ചീരയൊക്കെ ഉണ്ടെന്നിട്ട് തോടാല്ലോ, അതല്ലേ?